സുഹൃത്തുക്കളെ, ഞാൻ അബീസ് മീഡിയ അഭിലാഷ് അർക്കന്നൂരാണ്. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ അർക്കന്നൂർ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ്. എല്ലാവരും ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണം. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷത്തിലേക്ക്. സുഹൃത്തുക്കളെ, ഇത് അജിതയ്ക്ക് ക്യാൻസറാണ്. എത്ര വർഷം കൊണ്ട്? 4 വർഷം കൊണ്ട് ക്യാൻസറാണ്. ഇപ്പോൾ ചികിത്സിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ, അജിത ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചോണ്ടിരിക്കുന്നത്? RCC. ഇപ്പൊ എത്ര പ്രാവശ്യം പോയി? ഇപ്പൊ എല്ലാ മാസവും കീമോ എടുത്തോണ്ടിരിക്കുമല്ലോ. എല്ലാ മാസവും. അപ്പൊ അവര് ഇനി ഒരു ഇഞ്ചക്ഷൻ ആണ് ഈ മാസം 13-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അത് 1 ലക്ഷം രൂപ കൂടുതലാവും എന്ന് പറഞ്ഞ് അത് എടുത്തിട്ട് 3 മാസം കൂടുമ്പോൾ എടുക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുള്ള സാമ്പത്തിക സഹായം ഞങ്ങളെ കൊണ്ട് ചെയ്ത് എടുക്കാനുള്ള ഇതില്ല. തീർച്ചയായിട്ടും ഒരുപാട് പേര് സഹായിച്ച നമ്മുടെ സുഹൃത്തുക്കളെ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സഹായിക്കുന്ന, നല്ല മനസ്സുള്ളവരുണ്ട്. തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇവിടുത്തെ എൻ്റെ കൂടെ ആട്ടോ ഓടുന്ന ആട്ടോ ഓടുന്നതാണ് ബിനുവിൻ്റെ വൈഫാണിത്. അപ്പോൾ 2 പെൺമക്കളാണല്ലേ? 2 പെൺമക്കളാണ്. പഠിക്കുവാണ്. അപ്പം എല്ലാം കൂടെ ബിനുവിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായുള്ളൊരവസ്ഥയിലാണ്. ഓരോ ദിവസവും അവർ വളരെ കഷ്ടപ്പെട്ടാണ് തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ദയവ് ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണം. ക്യാൻസറാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിങ്ങും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സഹായിച്ച് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. ഇപ്പോൾ എങ്ങനെയാണ് അജിത ഇതിൻ്റെ ഒരു സ്ഥിതി? ഇപ്പം ആദ്യം ഒരു സർജറി കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും സുഖമില്ലാതെയായി, വയറുവേദനയും ശ്വാസം മുട്ടുമായി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ശ്വാസകോശത്തിലും കരളിലും ഉണ്ട്. ഇപ്പൊ ഇടയ്ക്ക് വീണ്ടും വയ്യാതായപ്പോഴത്തേക്കും 2 സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ഓവറിയിൽ 2 മുഴ, യൂട്രസിനകത്തും മുഴയുണ്ട്. അപ്പം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വീണ്ടും വയ്യാതായിരുന്നു. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ കുടലിലോട്ട് ചെറിയൊരു പുണ്ണ് കണക്കായിട്ടുണ്ട്. അത് എല്ലായിടത്തോട്ടും ആവാതിരിക്കാനാണ് ഇപ്പൊ ഇഞ്ചക്ഷന് പറഞ്ഞിരിക്കുന്നത്. അത് 1 ലക്ഷം രൂപ കൂടുതലാവും. ഇഞ്ചക്ഷൻ തന്നെ 1 ലക്ഷം രൂപ കൂടുതലാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അത് കഴിഞ്ഞ് പിന്നെ അത് 3 മാസം കൂടുമ്പം എടുത്തോണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അല്ലാതെ എല്ലാ മാസവും കീമോ എടുത്തോണ്ടിരിക്കുക. 10-11 മാസം കൊണ്ട് കീമോ എടുത്തോണ്ടിരിക്കുക. അത് അവിടെ തന്നെയാണോ? അവിടെ തന്നെ RCC തന്നെ കീമോ എടുക്കുന്നത്. RCC തന്നെ. അപ്പൊ ഈ പോക്കും ചെലവും അതിനെല്ലാം ചെലവ് തന്നെ. ഈ ഇഞ്ചക്ഷന് മാത്രമാണ് 1 ലക്ഷം രൂപ പറഞ്ഞത്. അതെ, ഇഞ്ചക്ഷൻ മാത്രമാണ് 1 ലക്ഷം രൂപ. പിന്നെ അതിന് പുറമെ ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചൊക്കെ ഇപ്പം പോയപ്പോ കൊടുത്തിട്ട് വന്ന് ഇനി അവിടെ അഡ്മിറ്റ് ആവുന്നതിന്റെ അന്ന് കുറച്ച് ടെസ്റ്റുകളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് 12-ാം തീയതി അഡ്മിറ്റ് ആവുമ്പോഴാണ് ടെസ്റ്റുകൾ ബാക്കി ചെയ്യത്തുള്ളൂ. 13-ാം തീയതിയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇനി പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അല്ലാതെ തന്നെ എല്ലാ മാസവും 10,000 രൂപ കൂടുതൽ ഓരോ മാസം ചെലവുണ്ട്. കീമോ എടുക്കണമെങ്കിലും 6,500 രൂപ മരുന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ് എടുത്തു കൊടുത്താണ് എടുക്കുന്നത്. പിന്നെ പോയി വരുന്നതിന്റെയും ബാക്കി ഗുളികേരെ എല്ലാം കൂടി ആകുമ്പോൾ 10,000 രൂപ കൂടുതൽ എല്ലാ മാസം ചെലവുണ്ട്. 2 പഠിക്കുന്ന പെൺകുട്ടികളാണ് അല്ലേ? 2 മക്കളുണ്ട്. മോളെത്ര പഠിക്കുന്നത്? ഇതിന് മൂത്തല്ലേ? മൂത്തയാള് ഡിഗ്രി ഇപ്പം 3rd ഇയർ ആയി. അപ്പോ എല്ലാം കൂടെ ആ പാവം പിടിച്ച ബിനുവിന്റെ ഇതിൽ നിൽക്കത്തില്ല. കാര്യം ഒരു ആട്ടോ ഓടി എന്ത് കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ മാക്സിമം നമ്മുടെ അർക്കന്നൂർ നാട്, പ്രത്യേകിച്ച് അർക്കന്നൂർ നാട്ടിൻ്റെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇത് കാണുന്ന എല്ലാ സ്ഥലത്തുമുള്ള എൻ്റെ ഫോളോവേഴ്സും എൻ്റെ സുഹൃത്തുക്കളും മാക്സിമം ഇത് എല്ലാവരിലും എത്തിച്ച് ഇവരെ എങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം. ഈ ഒരു അസുഖം വന്നാലുള്ളൊരവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. അവർക്കിപ്പോൾ ഇത് പഞ്ചായത്തിൽ നീട്ടിയ വീടല്ലേ? പഞ്ചായത്തിൽ നീട്ടിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഒരു വണ്ടിയൊന്നും ഇറങ്ങത്തില്ലല്ലേ? ഇനി ഒരു വണ്ടി പോലും ഇനി ഇറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം. ഇത് കാണുന്ന എല്ലാ നല്ല മനുഷ്യരും, ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാം. അവർ ഈ പാവം കുടുംബത്തെ ഒന്ന് സഹായിക്കണം. ഇത് അർക്കന്നൂരാണ്. ഇതിനോടൊപ്പം തന്നെ ഇവരുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. അർക്കന്നൂരാണ്. അർക്കന്നൂർ സ്കൂളിൻ്റെ അവിടെ പോകേണ്ട, വായനശാലയുടെ അവിടെ എത്തുന്നതിന് മുമ്പാണ്. എല്ലാ സുഹൃത്തുക്കളും ഞാനത് കോൺടാക്ട് നമ്പർ ഇടും. എല്ലാ സപ്പോർട്ടും സഹായവും അവർക്കുണ്ടാവണം. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ അപേക്ഷിക്കുന്നു.